ഇന്ന് നമുക്ക് ഏത്തപ്പഴവും റവയും കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പോലും എടുക്കാതെ നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഈ പലഹാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ഏത്തപ്പഴം ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് കൊടുക്കുക. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് നല്ലത്. അപ്പോൾ നല്ല മധുരവും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് നന്നായിട്ട് ഉടയുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട ഈ പലഹാരം ഉണ്ടാക്കാൻ. അപ്പോൾ വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ചൂടാക്കി എടുക്കുമല്ലോ. അപ്പോൾ സിമ്മിലിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ റവയും നന്നായിട്ട് ചൂടായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇത് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് റവ അധികം ചേർക്കേണ്ട, അതിന് അനുവദീയമായിട്ട് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഒന്ന് ചതച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. നല്ല ഫ്രഷായ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഒട്ടും തന്നെ കളറ് പോകാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, കളറും വ്യത്യാസപ്പെടും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയോടുകൂടിയാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് റവ വേകാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റവ ഒന്ന് വെന്ത് കിട്ടണം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ റവയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. അപ്പോൾ റവ ഇട്ടേക്കണോണ്ട് നമുക്ക് ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിന് നല്ല മധുരമുണ്ട്. എന്നാലും നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അപ്പം പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് ഇപ്പോൾ കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഉള്ളൂ. ഈ പാകത്തിന് നമുക്ക് ഇറക്കി വെക്കാം. ഒന്ന് ആറിക്കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും പുരട്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. നല്ല ഒതുക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടിയെടുത്താലേ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പൊട്ടിപ്പോകാതെ കിട്ടും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നേരിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഷേപ്പിലാണ് ആക്കിയേക്കണത്. അപ്പോൾ നമുക്ക് ചതുരത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ ആക്കാം. ഇതേപോലെ ഒന്ന് എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. ഇത്ര റവയും ഇപ്പോൾ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ, നല്ലതായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയും 2 ഏത്തപ്പഴവും കൊണ്ട് 13 സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാം. ഫ്രൈ ചെയ്യണമെന്നില്ല. എന്നാലും ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് സിമ്മിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല റവ ചേർത്തേക്കണോണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
ഇപ്പോൾ കുട്ടികൾക്കോ വിരുന്നുകാർക്കോ വർക്ക് കൊടുക്കാനാണെങ്കിലും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുമാണ്, അതേപോലെ നല്ല മണവുമാണ്. ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കണമെന്ന് എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പഴവും റവയൊക്കെ വീട്ടിലുണ്ടാവണതാണ് എപ്പോഴും. അപ്പോൾ നല്ല പഴുത്ത പഴമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല മധുരവും കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ 1 കപ്പ് റവ കൊണ്ട് തന്നെ 13 എണ്ണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. എല്ലാ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. സൂപ്പറല്ലേ, അടിപൊളിയാണ്. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.